ഹായ് ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. മക്കളെ, നിലവിൽ ഇന്നത്തേതാകുന്ന ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്താണ് ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ടുകളായിട്ടുള്ളത്, അതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യാം. ഏറ്റവും ആദ്യത്തെ ചോദ്യം, 2026 ഈ ഒരു എക്സാം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ്. മക്കളെ, ഇതിനു മുന്നേ ഈ ഒരു പരീക്ഷ വിളിച്ചത് 2024 ഏപ്രിൽ മാസത്തിലാണ്. ഓക്കെ, ഏപ്രിൽ മാർച്ച് മാസം 27/3, കറക്റ്റായിട്ട് പറഞ്ഞാൽ 27/3 2024. അതിനുശേഷം 2025 ഏപ്രിൽ മാസമൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ലിസ്റ്റ് ആക്റ്റീവ് ആകുന്നുണ്ട്. 2 വർഷ കാലാവധിയാണ് ഈ ഒരു ലിസ്റ്റിന് ഉള്ളത്. അങ്ങനെ വെച്ച് നോക്കിയാൽ 2027 ഏപ്രിൽ മാസമാകുമ്പോൾ നിലവിലുള്ളതാകുന്ന ലിസ്റ്റിൻ്റെ വാലിഡിറ്റി അവസാനിക്കും. എങ്കിൽ പുതിയതാകുന്ന ലിസ്റ്റ് ആക്റ്റീവ് ആകാൻ ടൈം ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മൾ എന്താ മനസ്സിലാക്കണ്ടേ? പുതിയതാകുന്ന ലിസ്റ്റ് ആക്റ്റീവ് ആകണം എന്നാണെങ്കിൽ കുറഞ്ഞത് ഒരു 6-8 മാസം മുമ്പെങ്കിലും എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വിളിച്ച് എക്സാമിൻ്റെ പ്രോസസ്സുകളൊക്കെ നടത്തി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തി സെറ്റാക്കിയിട്ട് വേണം ആ ലിസ്റ്റ് അവിടേക്ക് വരാൻ. ശരിയല്ലേ? അതിനർത്ഥം എന്താ? നിലവിൽ ഈ പരീക്ഷ വിളിക്കാനുള്ളതാകുന്ന സമയം ആയി. ഓക്കെ ആണോ? ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു പരീക്ഷയുടേതാകുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഓഗസ്റ്റ് മാസം പകുതിക്ക് ശേഷം, എന്നാൽ സെപ്റ്റംബറിൻ്റെ ആദ്യ പകുതി, ആ ഒരു ടൈമിലെങ്കിലും ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വരണം എന്നാണ്. ഓക്കെ ആണോ? ഇനി അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് ഇവൻ്റെ ഒരു എക്സാമും കാര്യങ്ങളുമൊക്കെ എന്ന് നടക്കും എന്നൊരു ചോദ്യം ചോദിച്ചാൽ 2027 ഫെബ്രുവരി മാസമൊക്കെ ആകുമ്പോൾ ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എന്തുണ്ടാകണം? എക്സാമൊക്കെ നടന്നിട്ടുണ്ടാകണം. ഇനി ഈ എക്സാമും പ്രോസസ്സും ഒക്കെ നടന്നതിന് ശേഷം മക്കളെ, ഇവിടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ ഒരു കടമ്പ കൂടിയുണ്ട്. ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞത് ഒരു 2027 ഫെബ്രുവരി കഴിഞ്ഞ് ഒരു ഒരു മാർച്ച് ഏപ്രിൽ ടൈമിലെങ്കിലും, അല്ലെങ്കിൽ ഒരു ഒരു ഏപ്രിൽ മാസം, ഒരു നിയർ ബൈ റേഞ്ചിൽ ഒരു ഏപ്രിൽ മാസം എങ്കിലും നടത്തിയിട്ടുണ്ടാകണം. ഈ കാര്യങ്ങൾ ഇതേപോലെ നടന്നു എന്നാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 2027 ഏപ്രിൽ മാസത്തിന് ശേഷം അടുത്തതാകുന്ന ഒരു ലിസ്റ്റ് നമുക്ക് അവിടെ നിലവിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നിലവിൽ എന്തായാലും വിളിക്കും എന്നതാകുന്ന കാര്യം ഉറപ്പിച്ചു. ഇനി സാധാരണ ഏറ്റവും കൂടുതലാകുന്ന ആളുകൾ ചോദിക്കുന്നതായ ഒരു കാര്യം, ഇവൻ്റെ നിയമന സാധ്യതകൾ ഇപ്പോൾ ഏത് രീതി വരെ ആയി എന്നായിരിക്കും. നോക്കേടാ, നിലവിൽ 41 വേക്കൻസി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു എക്സാം വിളിച്ചത് എന്നാണെങ്കിലും നിലവിൽ ഒരു 70 മുകളിലുള്ളതാകുന്ന നിയമനം, കേട്ടോ, ഇപ്പോൾ ഒരു 41 സംതിങ് എന്നാണ് പറയുന്നതെങ്കിലും നിലവിൽ ഒരു ഒരു 60 നിയമനം ഇപ്പോൾ നടന്നിട്ടുണ്ട് എന്നാണെങ്കിലും മാക്സിമം ഒരു 70+ വരെ റേഞ്ചിലേക്ക് ഇതിൻ്റെ നിയമന സാധ്യതകൾ പോകാം. ഓക്കെ ആണോ? 41 വേക്കൻസി വെച്ച് പറഞ്ഞ് വിളിച്ചതായ ഈ എക്സാമിനകത്ത് ഒരു 70+ നിയമനങ്ങൾ നടക്കാനുള്ള സാധ്യത ഈ 2027 ഏപ്രിൽ മുമ്പാകുന്ന കാലയളവ് വരെയും നമുക്ക് ഒന്ന് പ്രതീക്ഷിക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി നിലവിൽ ഈ ഒരു 70+ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതാകുന്നൊരു വേക്കൻസിയാണ്. സാധാരണഗതി പരിഗണിച്ച PSC പരീക്ഷകൾക്ക് നിലവിൽ എന്ത് സാധ്യതകളാണോ ഉള്ളത് അതേ സാധ്യത തന്നെ നിലവിൽ ഈ പറയുന്ന നമുക്ക് ഈ ഒരു അടുത്ത കാലയളവിൽ വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയും അത്യാവശ്യം ബാക്കിയുള്ളതാകുന്ന പരീക്ഷകളൊക്കെ പരിഗണിച്ചാൽ ഒരു 70 റേഞ്ചിനകത്ത് നിൽക്കുന്ന നിയമന സാധ്യതയുള്ളൊരു പരീക്ഷ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലതാകുന്ന രീതിയിൽ നമുക്ക് പരിഗണിക്കപ്പെടേണ്ടതാകുന്ന ഒരു എക്സാം തന്നെയാണ്. അതുപോലെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞ തവണ ഏറെക്കുറെ ഒരു 50,000-നകത്താകുന്ന ആപ്ലിക്കൻസുകൾ ഈ ഒരു പരീക്ഷയ്ക്കകത്ത് ഉണ്ടാകുള്ളൂ. മാക്സിമം ഒരു 50-60 റേഞ്ചിനകത്തുള്ള ആളുകൾ മാത്രമേ ഇവിടെ ആപ്ലിക്കൻസുകളായിട്ട് വരുത്തുള്ളൂ, കേട്ടോ. ഇനി അപ്പോൾ ആ ഒരു നിയമന സാധ്യത സംബന്ധമാകുന്ന കാര്യങ്ങൾ മനസ്സിലായി. നിലവിൽ 41 വേക്കൻസി വെച്ച് ഒരു 60 വേക്കൻസിയോളം എത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതൊരു 70+ വരെ ക്രോസ് ചെയ്യാനുള്ള സാധ്യത നമുക്ക് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ആണോ? ഇനി ഇവിടെ പ്രീവിയസ് ആകുന്ന കട്ട് ഓഫ് എന്താണ് എന്നൊരു ചോദ്യം നിങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ടാകും. പ്രീവിയസ് ആകുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് മക്കളെ ഒരു 48.5 പ്രീവിയസ് കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? പ്രീവിയസ് കട്ട് ഓഫ്. ഇവിടെ ഒബ്ജക്റ്റീവ് എക്സാമിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാര്യം ഈ പറയുന്നതായ പരീക്ഷയ്ക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ലെവലാകുന്ന ഒരു പേപ്പറും കൂടി ഉണ്ട്. ശരി, അപ്പോൾ കട്ട് ഓഫ് 48.5 ഒബ്ജക്റ്റീവ് ആകുന്ന ആ പേപ്പറിൻ്റെ കട്ട് ഓഫ്.
ഓക്കെ ആണോ? ഇനി നമുക്ക് വിഷയത്തിനകത്തേക്ക് വരാം. എടാ, ഈ ഒരു പരീക്ഷയ്ക്കകത്ത് നമുക്ക് എന്തൊക്കെയാകുന്ന കാര്യങ്ങൾ പഠിക്കാനുണ്ട്? എടാ, ഈ ഒബ്ജക്റ്റീവ് പരീക്ഷയ്ക്കകത്ത് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് 50 മാർക്കിന്. ഓക്കെ ആണോ? അതുപോലെ നമുക്ക് GK ഭാഗവും കറണ്ട് അഫെയർ ഭാഗവും കൂടി ചേർത്തിട്ട് നമുക്കൊരു 40 മാർക്കിൻ്റെ ഭാഗമുണ്ട്. അതുപോലെ നമുക്ക് ഒരു മാത്സ് എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നൊരു 10 മാർക്ക്. അങ്ങനെ മക്കളെ മൊത്തത്തിൽ ഒരു 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ് പരീക്ഷ നമുക്ക് ഉണ്ട്. ഓക്കെ ആണോ? ഈ പരീക്ഷയ്ക്ക് കൃത്യമായി ഇത്രയാകുന്ന മാർക്ക് നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് തൊട്ടടുത്തതാകുന്ന വണ്ണം എഴുതുന്ന പരീക്ഷയുടെ പേപ്പർ പരിഗണിക്കാൻ പറ്റും. ഓക്കെ, നിങ്ങളുടേതാകുന്ന ആ പേപ്പർ പരിഗണിക്കണമെങ്കിൽ ഇതിനെന്ത് വേണം? ഒരു മിനിമം മാർക്ക് വേണം. അതാണ് അവിടുത്തെ കട്ട് ഓഫ് ആയിട്ട് പറയുന്നത്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ 48.5 എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് നമുക്ക് എത്ര നേരം വേണം ഈ ഒരു പരീക്ഷ എഴുതാൻ എന്ന് ചോദിച്ചാൽ ഒരു 75 മിനിറ്റിൻ്റെ പരീക്ഷയാണ് മക്കളെ ഇത്. ഓക്കെ ആണോ? ഇതൊരു 75 മിനിറ്റിൻ്റെ പരീക്ഷയാണ്. ഇനി അതിനുശേഷം നമുക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് ആകുന്നതായ ഒരു കാര്യം വരുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ആകുന്ന ഒരു പേപ്പർ വരുന്നുണ്ട്. ആ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത് 60 മാർക്കിൻ്റെ പരീക്ഷയാണ്. എത്ര മാർക്കിൻ്റെ പരീക്ഷയാണ്? 60 മാർക്കിൻ്റെ പരീക്ഷയാണ്. ആ 60 മാർക്കിൻ്റേതാകുന്ന ഡിസ്ക്രിപ്റ്റീവ് എക്സാം എന്ന് പറയുന്നത് 1 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പരീക്ഷയാണ്. 1 മണിക്കൂർ. ഓക്കെ ആണോ? ഈ രണ്ടാകുന്നതായ കാര്യങ്ങളും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൃത്യമായി ആ ഒരു ഒബ്ജക്റ്റീവ് ആകുന്നതിന് ഇത്രയാകുന്ന കട്ട് ഓഫ് വാങ്ങിയ ഡിസ്ക്രിപ്റ്റീവിൻ്റെ മാർക്കും കൂടെ ചേർത്ത് ആഡ് ചെയ്ത് നിങ്ങൾക്കൊരു മാർക്ക് കിട്ടും. ആ മാർക്ക് എന്നത് കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ലിസ്റ്റിനകത്ത് പേര് വരും. അതിനുശേഷം നിങ്ങളെ എന്തിനു വിളിക്കൂടാ? ഇൻ്റർവ്യൂവിന് വിളിക്കും. ഓക്കെ ആണോ? ഇൻ്റർവ്യൂ എന്ന് പറയുന്നതിന് മക്കളെ ഒരു 10 മാർക്കാണ് വരുന്നത് കേട്ടോ. ഇൻ്റർവ്യൂ എന്ന് പറയുന്നതിന് 10 മാർക്കാണ് വരുന്നത്. ഇതാണ് ആ ഒരു എക്സാമിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത്. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് പേപ്പർ എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ്. ഇത്രയാകുന്ന കട്ട് ഓഫ് വാങ്ങുക, എന്നാലേ നിങ്ങൾക്ക് ബാക്കിയുള്ളതാകുന്ന പേപ്പറുകൾ നോക്കി പരിഗണിച്ച് നിങ്ങളെ ലിസ്റ്റിനകത്തേക്കെന്ന വണ്ണം പ്രവേശിപ്പിക്കുക കേട്ടോ. ശരി, ഇനി അടുത്തതാകുന്നതായ ഒരു കാര്യം എന്ന് പറയുന്നത്, എടാ ഇതൊരു വലിയ ബുദ്ധിമുട്ടുള്ള പരീക്ഷയൊന്നുമല്ല എന്ന് എടുത്തു പറയാനുള്ള കാര്യം, ഇതിൻ്റെ ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ നേടിയത് മൊത്തത്തിൽ 107 മാർക്കാണ്. റൗണ്ട് ഓഫ് ചെയ്ത് പറയുന്ന 107 മാർക്കാണ് ഇവിടെ ഫസ്റ്റ് റാങ്കുകാരൻ നേടിയിട്ടുള്ളത്. ഈ 107 എന്ന് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ 100, 160, 10, 170 മാർക്കിലാണ് 107. അതായത് ഏകദേശം ഒരു പകുതിയോടടുത്തതാകുന്ന ഇച്ചിരി കൂടെ ഒന്ന് കൂടി നിൽക്കുന്ന ഒരു മാർക്കെന്നേ ഉള്ളൂ. എടാ, ഇവിടെ ഇംഗ്ലീഷ് ആകുന്നതായ ഭാഗത്ത് നിന്നുള്ള 50 മാർക്കും ഈ പറയുന്ന GK ഏരിയയ്ക്കകത്ത് നിന്നുള്ള 40 മാർക്കും ഈ പറയുന്നതായ മാത്സ് ഏരിയയിൽ നിന്ന് വരുന്ന ഒരു 10 മാർക്കും ഇതെല്ലാം കൂടെ പരിഗണിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പർ എടുത്ത് നോക്കിയാൽ അത്യാവശ്യം നല്ലതുപോലെ പഠിച്ച മാർക്ക് നേടാൻ പറ്റുന്ന, സ്കോർ ചെയ്യാൻ പറ്റുന്ന ഭാഗമാണെന്ന് ഉറപ്പിക്കാം. ഇവിടെ MCQ ഭാഗത്ത് നിങ്ങൾ എത്രത്തോളം കൂടുതലാകുന്ന മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നോ അത്രത്തോളം അഡ്വാൻറ്റേജ് തൊട്ടടുത്തതാകുന്ന പേപ്പറിനകത്ത് അത് കിട്ടും. കാര്യം എന്താ? മാർക്ക് രണ്ടും കൂടെ ടോട്ടൽ ചെയ്യുമ്പോൾ കൂടുതൽ ഏത് എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾ ചെറുതാകുന്ന രീതിയിൽ ഒരു മാർക്ക് വീക്കാകുന്ന വണ്ണം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത്യാവശ്യം ഒബ്ജക്റ്റീവ് സ്കോർ ചെയ്യാൻ പറ്റി അത് അവിടെ കോമ്പൻസേറ്റ് ചെയ്യും. തിരിച്ചും അതുപോലെ. അതായത് കൃത്യമായ വണ്ണം പഠിക്കുന്ന, പ്രാക്ടീസ് ചെയ്യുന്ന, ഒരു സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്യുന്ന, പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൂടെ പഠിക്കുന്ന ഒരാൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു പരീക്ഷയുടേതാകുന്ന സാഹചര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കാൻ പറ്റും. അത്യാവശ്യം നല്ലതാകുന്ന രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അവിടെ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആളുടെ ഈ പറയുന്നതായ മാർക്കിലേക്ക് വരുമ്പോൾ ഈ 107 കിട്ടിയത് എങ്ങനെയാണ്? അവിടെ ഒബ്ജക്റ്റീവ് ആകുന്ന പരീക്ഷയ്ക്ക് അയാൾ ഒരു 68 മാർക്ക് വാങ്ങിയിട്ടുണ്ട്. ഒപ്പം ഈ പറയുന്നതായ ബാക്കി ഈ ഡിസ്ക്രിപ്റ്റീവിനകത്തൊരു 30.8 സംതിങ് ആകുന്ന മാർക്കുമാണ് നേടിയിരിക്കുന്നത്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒരു 106 ചില്ലറ. അതാണ് അവിടുത്തെ ഫസ്റ്റ് റാങ്കുകാരൻ നേടിയിട്ടുള്ള ആ ഒരു മാർക്ക് എന്ന് പറയുന്നത്. ശരിയാണ്. ഇനി ഇതേ മാർക്ക് നമുക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നേടാൻ പറ്റും എന്നൊരു 100% ഉറപ്പ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. എടാ, നമ്മുടെ PSC പരീക്ഷയുടേതാകുന്നതായ അതേ ലെവല് കീപ്പ് ചെയ്യുന്നതായ ഒരു പരീക്ഷ തന്നെയാണ്. എന്നാൽ ചെറുതാകുന്ന വ്യത്യാസങ്ങളൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺസിനകത്ത് വരുന്നുണ്ട്. അത് മനസ്സിലാക്കി ഒന്ന് പഠിക്കണം. ഡെഡിക്കേറ്റഡ് ആകുന്ന ഒരു ടൈം അവിടെ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഒരു പരീക്ഷയുടേതാകുന്ന പ്ലാൻ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അതായത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കുറഞ്ഞത് ഒരു 6 മാസം മതിയാകും.
അതായത് ഇനി മുതൽ നമ്മുടെ മുമ്പിലേക്ക് ഒന്ന് ടൈം മൊത്തമാകുന്നവണ്ണം ഒന്ന് എണ്ണി നോക്കിയാൽ പോലും ഈ ഒരു 6 മാസം എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, കിട്ടുന്നുണ്ട്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ വളരെ സാവധാനത്തിൽ, വളരെ സ്ലോ ആകുന്നവണ്ണം എല്ലാം ഇരുത്തി പറഞ്ഞ് പഠിച്ച് റിവിഷനൊക്കെ ചെയ്ത് പരീക്ഷയ്ക്ക് എന്ന വണ്ണം തയ്യാറെടുക്കാനുള്ള സമയം അവിടെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇനി ഈ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഒരു മെയിൻ ആകുന്ന ഒരു ഹൈലൈറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു 6 മാസത്തെ പ്രിപ്പറേഷനും കഴിഞ്ഞ് പരീക്ഷയും എഴുതുമ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും ആകുന്നതായ ഒരു സാഹചര്യം ഈ പരീക്ഷയ്ക്കകത്തേക്ക് വന്നു കയറാനുണ്ടെങ്കിൽ അതൊക്കെ ഒരു 1 ഇയറിനകത്ത് നമുക്ക് എന്ത് ചെയ്ത് കിട്ടും, സെറ്റായിട്ട് കിട്ടും. അതായത് നമുക്ക് 1 വർഷത്തിനുള്ളിൽ നമുക്ക് സർവീസിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലുതാകുന്നതായ ഒരു ഒരു ഇൻട്രസ്റ്റിംഗ് ആകുന്ന ഒരു ഫാക്ട്. PSC പരീക്ഷയ്ക്ക് പോലും ഒട്ടനവധി ആകുന്ന സമയം എടുക്കുന്നിടത്ത് ഇവിടെ കൃത്യമായി പറയാം 1 വർഷത്തിൽ പരിപാടിയൊക്കെ സെറ്റിലാവും. ഓക്കെയാണ്. ഇനി അതുപോലെ മറ്റൊരു കാര്യം മക്കളെ, ഇവിടെ ഈ ഒരു സ്ലോ ആകുന്ന വണ്ണം പഠിക്കുമ്പോൾ എത്ര സമയം പഠിക്കണമെന്ന് ചിലർ ചോദിച്ചിട്ടുണ്ട്. മക്കളെ, ഏറ്റവും കുറഞ്ഞത് ഒരു 4 മണിക്കൂർ. അതിപ്പോൾ രാവിലെ 1 മണിക്കൂർ, ഉച്ചയ്ക്ക് 1 മണിക്കൂർ, നമ്മൾ ഗുളിക കഴിക്കുന്നത് പോലെ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രിയിൽ, പിന്നെ കിടക്കുന്നതിന് മുമ്പ് 1 മണിക്കൂർ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അങ്ങനെ നമ്മളുടേതാകുന്ന ഒരു പ്രൊഡക്റ്റീവ് ടൈം ഏതൊക്കെയാകുന്ന സമയങ്ങളിലാണോ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ടൈമുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ മണിക്കൂർ എന്ന വണ്ണം സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് ആ സമയത്ത് കൃത്യമാകുന്നവണ്ണം ഡെഡിക്കേറ്റഡ് ആകുന്നവണ്ണം പഠിക്കാനിരിക്കുക. ഇനി മെയിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിന് മുന്നായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 4-5ഓളം പ്രീവിയസ് ക്വസ്റ്റ്യൻസുകൾ എടുക്കുക. എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്ന് നോക്കുക. സിലബസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി ചോദിക്കുന്നുണ്ടോ, ചോദ്യങ്ങൾ ഏത് ലെവൽ വരെ പോകുന്നുണ്ട്, കറണ്ട് അഫെയറുകൾ ഏതൊക്കെയാകുന്ന ഭാഗങ്ങളിൽ നിന്നാണ് കൂടുതൽ തവണയും വന്നിട്ടുള്ളത്, ഞാൻ വിട്ടുപോയ എന്നാൽ ശ്രദ്ധിക്കാതെ പോയ എന്നാൽ ഞാൻ മനസ്സിലാക്കിയിരിക്കേണ്ടതാകുന്ന എന്തൊക്കെ കാര്യങ്ങൾ അധികമായി ഈ ഒരു ചോദ്യപേപ്പറിനകത്ത് വരുന്നുണ്ട്, അതുപോലെ എലിമിനേഷൻ സ്ട്രാറ്റജികളും, അതുപോലെ ഈ പറയുന്ന പിൻ പോയിന്റ് സ്ട്രാറ്റജികളും, അതുപോലെ നിയർ ഗസ് സ്ട്രാറ്റജികളും, അങ്ങനെ എന്തെങ്കിലും ആകുന്ന സ്ട്രാറ്റജികളൊക്കെ ചോദ്യങ്ങളിൽ വർക്കാകുന്നുണ്ടോ. അപ്പോൾ എല്ലാ രീതിയിലും പഴുതുകൾ അടച്ച് ഈ ഒരു 2 കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് ചെക്ക് ചെയ്താൽ നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടുന്ന തയ്യാറെടുപ്പുകൾ തുടങ്ങാൻ സമയമായിട്ടുണ്ടാവും. ഓക്കെ ആണോ മക്കളെ? നമ്മുടെ കോഴ്സുകൾ ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കൃത്യമാകുന്ന വണ്ണം ക്ലാസ്സിനകത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ പ്രൊവൈഡഡ് ആണ്. അപ്പോൾ കൂടുതലാകുന്നതായ കാര്യങ്ങളൊക്കെ നിങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അതിനനുസരിച്ച് കൃത്യമാകുന്ന വണ്ണം കൂടുതലാകുന്ന കണ്ടന്റുകൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്.